ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഭഗവത്ഗീതയുടെ അടുത്ത ഒരു ശ്ലോകം നോക്കാം. ചാപ്റ്റർ 4 ജ്ഞാനകർമ്മ സന്യാസ യോഗം 14ാമത്തെ ശ്ലോകം നോക്കാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. അതായത് ജാതി, മതം അതൊക്കെ എല്ലാം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നും അതെല്ലാം കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ജന്മം കൊണ്ടല്ല ജാതിയും മതവും ഒക്കെ വേണ്ടത് എന്നുള്ള പല സന്ദേശങ്ങൾ ലോകത്തിന് നൽകി. അപ്പം ഇവിടെ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 വർണ്ണങ്ങൾ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യത്തിനെ ആസ്പദമാക്കി ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സത്വരജസ് തമോ ഗുണങ്ങളാലാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ജോലികളിൽ പോയി ചേരുന്നതും നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രവൃത്തികളും കർമ്മങ്ങളും ഒക്കെ അതിനാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അയാൾ ജനനം കൊണ്ട് ഒരിക്കലും ബ്രാഹ്മണനോ ഒന്നും ആവുന്നില്ല. അപ്പോൾ കർമ്മം കൊണ്ടും അതുപോലെ ജ്ഞാനം നേടി ആ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരാളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. അപ്പോൾ പറയുന്നു, എല്ലാം ഭഗവാനാണെന്നുള്ളൊരു അറിവിലേക്ക് എത്തുമ്പോൾ ഈ ഒരു എല്ലാ വാദപ്രതിവാദങ്ങളൊക്കെ ഇല്ലാതെയാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ലോകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഞാനാണ് ശരി എന്നുള്ള ആ ഒരു വാദത്തിൽ പലരും ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് പല ബുദ്ധിമുട്ടുകളും ഉള്ളത്. അത് നമ്മൾ ആ പ്രപഞ്ച ശക്തിയാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ഒരു, അല്ലെങ്കിൽ വലിയ ആ ഒരു അനന്തശക്തിയെക്കുറിച്ച് ഒരു ബോധമോ അല്ലെങ്കിൽ അതിലൊരു സമർപ്പണമോ ഇല്ലാത്തതാണ് ഇന്നത്തെ എല്ലാ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ അടുത്ത ശ്ലോകം, ധ്യാനം മുഖം കരോതി വാചാലം പങ്കും ലംഘയതീകരും യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്ലോകം 14. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. അഥ ചതുർത്ഥോധ്യായഃ ജ്ഞാനകർമ്മ സന്യാസയോഗഃ. നമാം കർമാണി ലിംഭന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭർന സബധ്യതേ. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമാം കർമാണി ലിംഭന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭർന സബധ്യതേ. അപ്പോൾ ഭഗവാൻ പറയുന്നു, കർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നില്ല എന്ന്. എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല. ഇപ്രകാരം എന്നെ ആരാണോ അറിയുന്നത് അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. നമ്മളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് കൂട്ടിയിട്ട് അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വയം നമ്മൾ തന്നെ നമുക്കുള്ള കുരുക്കുകൾ ഉണ്ടാക്കുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഓരോന്നിൽ പോയി ഇടപെടും, എന്നിട്ട് പിന്നെ അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരുപാട് കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് വിചാരിക്കുക, അനധികൃതമായ മാർഗത്തിലൂടെ അയാൾ പോയിട്ട് പല തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്താൻ വേണ്ടി അട്ടിമറികൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ തട്ടിപ്പ് കുറേ ഉണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ കാലത്ത്. അപ്പോൾ പണം ഇരട്ടിപ്പിക്കുക, ഇങ്ങനെ പലരിൽ നിന്നും പൈസ വാങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അയാൾ വിചാരിക്കും എൻ്റെ അക്കൗണ്ടിൽ കുറേ കാശ് വന്നു, ഞാൻ കോടീശ്വരനായി എന്ന് വിചാരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾക്കുള്ള ഫലം അയാളെ കാത്തിരിക്കുന്നു എന്നറിയുന്നില്ല. അപ്പോൾ അയാൾ ഒരിക്കൽ പിടിക്കപ്പെടുകയും ചെയ്യും. ആ പിടിക്കപ്പെടുമ്പോൾ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ ശരിയായിട്ടുള്ള വിവേക വിചാരമില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് ഒരുപാട് ചതിക്കുഴികളിൽ പോയി വീഴുന്നത്. അപ്പോൾ വിവേക വിചാരം വേണം. നിത്യാനിത്യ
വിവേക വിചാരമെന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്കും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഒരു ലോകം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ളതല്ല. അപ്പോൾ അതിൽ കർമ്മങ്ങളാൽ ബന്ധിതരാവാതിരിക്കണം. അപ്പോൾ കർമ്മങ്ങൾ നല്ല രീതിയിൽ അനുഷ്ഠിക്കണം. അപ്പോൾ പറയുന്നു, കർമാണി മാം ന ലിംബന്തി. കർമാണി കർമ്മങ്ങൾ മാം എന്നെ ന ലിംബന്തി ബാധിക്കുന്നില്ല. ലിംബന്തി ബാധിക്കുക, ന ലിംബന്തി ബാധിക്കുന്നില്ല. മേ കർമ്മഫലേ സ്പൃഹ ന. മേ എന്ന് പറഞ്ഞാൽ എനിക്ക് കർമ്മഫലേ കർമ്മഫലത്തിൽ സ്പൃഹ ആഗ്രഹം ന എന്ന് പറയുമ്പോൾ ഇല്ല. എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല. ഇതി മാം യ അഭിജാനാതി. ഇത് ഇപ്രകാരം മാം എന്നെ യഹ ആര് അഭിജാനാതി അറിയുന്നവനുണ്ടോ സ അവൻ കർമ്മഭി ന ബദ്ധ്യത. അവൻ കർമ്മങ്ങളാൽ ബന്ധിതനാകുന്നില്ല. അപ്പോൾ അജ്ഞാനമാണ് കർമ്മഫലങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ കർമ്മങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിന് കാരണം അവൻ്റെ അജ്ഞാനമാണ്. അവൻ എന്താ പറയുക, അഹങ്കാരം കൊണ്ടോ ഒക്കെ പല പല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടുകയും അവസാനം കിടന്ന് ആ കർമ്മഫലം കൊണ്ട് കിടന്ന് വട്ടം തിരിയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നില്ല എന്നും എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹമില്ല എന്നും ഇപ്രകാരം എന്നെ ആരാണോ അറിയുന്നത് അവൻ കർമ്മങ്ങളാൽ ബന്ധിതനാകുന്നില്ല എന്നാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ പറയുന്നു, ഒരു സൂക്ഷ്മ ശരീരം അതെന്ന് പറയുമ്പോൾ മനസ്സ് എന്ന് പറയാം, അത് അസ്വസ്ഥമാകുമ്പോൾ, അത് മലിനമാകുമ്പോൾ ആത്മാവിനെയും അത് ബാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമ്മളൊരു നല്ല തെളിഞ്ഞ വെള്ളത്തിൽ സൂര്യനെ കാണുമ്പോൾ അത് വളരെ നിശ്ചലമായിട്ട് കാണും. എന്നാൽ ഇളകുന്ന ഒരു വെള്ളത്തിൽ സൂര്യനെ കാണുമ്പോൾ സൂര്യൻ ഇളകുന്നതായിട്ട് കാണും. എന്നാൽ ഒരു കലങ്ങിയ വെള്ളത്തിൽ സൂര്യൻ്റെ പ്രതിബിംബം നോക്കുമ്പോൾ അതിന് സൂര്യന് അത്രയ്ക്കും ശോഭയില്ലാത്തതായിട്ട് കാണാം. അപ്പോൾ കർമ്മഫലം ഇപ്രകാരമാണ്. കാരണം എങ്ങനെയാണോ നമ്മളുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഇടപെടുന്നത് സമൂഹത്തിൽ, അതിനനുസരിച്ചുള്ള ഫലങ്ങളാണ് നമുക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇളകുന്ന വെള്ളത്തിൽ ആകാശത്തിലുള്ള സൂര്യബിംബം കാണുമ്പോൾ അത് ഇളകിക്കൊണ്ടിരിക്കുന്നത് പോലെ ഈ പലതരത്തിലുള്ള ആസക്തിയാൽ ഇരിക്കുന്ന ഈ ജീവൻ അതിന് അസ്വസ്ഥമായിട്ട് തന്നെയാണ് അതിരിക്കുക എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു അനന്തമായിട്ടുള്ള ഒരു ശക്തിയുള്ള ആത്മാവാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പല പല ദുരിതങ്ങളിൽ പോയി വീഴുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണോ ഇളകാത്ത വെള്ളത്തിൽ, ശുദ്ധമായ വെള്ളത്തിൽ ശുദ്ധമായ ഈ സൂര്യൻ്റെ പ്രതിബിംബം കാണാൻ പറ്റുന്നത്, അതുപോലെ നല്ല ഒരു ചിന്തകളിലും കർമ്മങ്ങളിലും ഇടപെടുന്ന ആൾക്ക് ജീവിതവും വളരെ രസകരമായിരിക്കും, വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് അഭിജാനാദി എന്നിവിടെ പറയുന്നത്. കാരണം ആ ഒരു ജ്ഞാനം, ആ ഒരു ആത്മാവിനെക്കുറിച്ചുള്ള, ഭഗവാനെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം കൃത്യമായിട്ട് ഉണ്ടാവുമ്പോൾ, പിന്നെ അതിലൊരു സംശയമില്ലാതെ ആവുമ്പോൾ ആ ഒരു ജീവിതത്തിലും അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിനു വേണ്ടി ധ്യാനം ഒക്കെ പരിശീലിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ധ്യാന പരിശീലനത്തിലൂടെ അപ്പോൾ എന്താണ് ഞാനെന്നും എന്താണ് ഭഗവാനെന്നും അറിയുമ്പോൾ ആ എല്ലാ നമ്മുടെ ആ ഒരു അജ്ഞാനം നീങ്ങിപ്പോയി കുറച്ച് നല്ല രീതിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാവും. അതാണ് നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭർ ന സബദ്ധ്യതേ. കർമ്മങ്ങൾ എന്നെ ബാധിക്കുന്നില്ല, എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല. ഇപ്രകാരം എന്നെ ആരറിയുന്നുവോ അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല എന്ന് ഭഗവാന്റെ വലിയ വാക്കുകളാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളതിന് ഒരു നല്ല ഒരു സന്ദേശം തരുന്നു ഭഗവാൻ. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. നന്ദി, നമസ്കാരം.